ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയെ ന്യായീകരിച്ച് പത്തനംതിട്ടയിലെ CPM നേതാവ്. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ പറഞ്ഞു. യാത്രയപ്പ് യോഗത്തിൽ അനുവാദമില്ലാതെ കയറി ചെന്നു എന്ന തെറ്റ് മാത്രമാണ് ദിവ്യ ചെയ്തത്. ദിവ്യ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. ദിവ്യ തെറ്റുകാരിയല്ല. CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ല. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായാൽ ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യും. വൈകാരികമായി പ്രശ്നങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളും ഒരു ജനതയുമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും ഹർഷകുമാർ പറഞ്ഞു. കൊച്ചിയിൽ H1N1 ബാധിച്ച് 70കാരി മരിച്ചു. പാലാരിവട്ടം സ്വദേശിയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് മരണം. ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് തുടങ്ങി ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി വിദഗ്ധ സഹായം തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഓവർടേക്ക് ചെയ്തപ്പോൾ പിൻഭാഗം ഇടിച്ചു. KSRTC നിർത്താതെ പോയെന്ന് പഞ്ചായത്ത് അധികൃതർ. തിരുവനന്തപുരം നഗരത്തിൽ ജനറൽ ആശുപത്രിക്ക് സമീപം KSRTC ബസും വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനവും കൂട്ടിമുട്ടിയ അപകടം. ഇന്നുച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. വെള്ളത്തൂവൽ പഞ്ചായത്ത് അധികൃതർ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാറിനെ വെട്ടുകാടേക്ക് വന്ന നെയ്യാറ്റിൻകര ഡിപ്പോയിലെ KSRTC ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസിന്റെ പിൻഭാഗം കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിന്റെ വശം തകർന്നെങ്കിലും അപകടത്തിന് പിന്നാലെ KSRTC ബസ് നിർത്താതെ മുന്നോട്ടു പോയെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ വാഹനത്തെ പിന്തുടർന്ന് ജനറൽ ആശുപത്രി സ്റ്റോപ്പിൽ വെച്ച് ബസ് തടഞ്ഞിടുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ. ഇന്ന് അറസ്റ്റിലായത് 137 പേർ. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരായ സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാനിൽ ഇന്ന് നടന്നത് വ്യാപക തിരച്ചിൽ. 137 പേരാണ് അറസ്റ്റിലായത്. 104 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 500 ഗ്രാം MDMA പിടിക്കാൻ കഴിഞ്ഞു. കൊച്ചി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വാണിജ്യ അളവിലാണ് ലഹരി പിടിച്ചത്. അന്തർ സംസ്ഥാന തലത്തിലും നടപടികൾ ഉണ്ടാകുമെന്നും അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ദില്ലിയിൽ ഹോട്ടലിന് തീപിടിച്ച് 21 പേർ മരണപ്പെട്ട സംഭവത്തിൽ ഹോട്ടൽ ഉടമ അറസ്റ്റിലായി. ലോകേഷ് ബജാജാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇയാളുടെ വീടുകളിലടക്കം 1ലധികം സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഹോട്ടലിന് ഫയർ സേഫ്റ്റി ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ലെന്നും ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാതെ കൂടുതൽ നിലകൾ നിർമ്മിച്ചാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സൗത്ത് ദില്ലിയിലെ മാളവ്യ നഗറിലുള്ള ഹോട്ടലാണ് അഗ്നിക്കിരയായത്. ബുധനാഴ്ച രാവിലെ ആണ് സംഭവം. മരണപ്പെട്ടവരിൽ 18 പേർ വിദേശ പൗരന്മാരാണ്. ആഫ്രിക്കൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ പൗരന്മാരാണ് മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അതാത് എംബസികളുമായി ബന്ധപ്പെട്ട് വരികയാണ്.